ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, അല്പം കുരുമുളക്, ഒരു ഏലക്ക, പെരിഞ്ചീരകം എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിന് പകരം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർക്കാതെ നന്നായി ഇത് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറി എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനെ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. മൺചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി സവാളയും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാലയെല്ലാം ചിക്കനിൽ നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കണുള്ളൂ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടപ്പ് തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി വറുത്തരച്ച് വെച്ച ചിക്കൻ കറി റെഡിയായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്